ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ബഹിരാകാശ രംഗത്ത് പുതുചരിത്രം സൃഷ്ടിച്ച് ഇന്ത്യ. ISROയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായ സ്പേഡെക്സ് ദൌത്യം വിജയകരമായി പൂർത്തിയാക്കി. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നാളെ തുടക്കമാകും. IT മേഖലയിലെ പങ്കാളിത്തത്തിൽ സംസ്ഥാനം വൻ മുന്നേറ്റം കൈവരിച്ചതായി മന്ത്രി P. രാജീവ്. വ്യവസായ സൌഹൃദ സംസ്ഥാനങ്ങളിൽ മുന്നിലെത്താനായത് സർവ്വമേഖലകളെയും ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിച്ചതിനാലെന്ന് മന്ത്രി. വിദേശകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന കൊച്ചി ഡയലോഗ് 2025 ആദ്യ പതിപ്പിന് ഇന്ന് തുടക്കം. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC മുംബൈ സിറ്റി FCയെ നേരിടും. വാർത്തകൾ വിശദമായി. ബഹിരാകാശ രംഗത്ത് മറ്റൊരു ചരിത്രം സൃഷ്ടിച്ച് ഇന്ത്യ. ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായ സ്പേഡെക്സ് ദൌത്യം ISRO വിജയകരമായി പൂർത്തിയാക്കി. വിക്ഷേപണത്തിന് ശേഷമുള്ള 4ാം പരിശ്രമത്തിലാണ് ചേസർ, ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിച്ചത്. ഇതോടെ സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നാളെ തുടക്കമാകും. ഫെബ്രുവരി 7-നാണ് സംസ്ഥാന ബജറ്റ്. ഈ മാസം 17 മുതൽ മാർച്ച് 28 വരെയുള്ള കാലയളവിൽ 27 ദിവസമായിരിക്കും സഭ ചേരുക. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ ജനുവരി 20 മുതൽ 22 വരെയും സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ച ഫെബ്രുവരി 10 മുതൽ 12 വരെയും നടക്കുമെന്ന് സ്പീക്കർ AN ഷംസീർ അറിയിച്ചു. IT മേഖലയിലെ പങ്കാളിത്തത്തിൽ സംസ്ഥാനം വൻ മുന്നേറ്റം കൈവരിച്ചതായി മന്ത്രി P. രാജീവ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട IT കമ്പനികളുടെ മേധാവികളുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നിക്ഷേപക സംഗമത്തിന് മുന്നോടിയായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ മുന്നിലെത്താനായത് എല്ലാ മേഖലകളെയും സർക്കാർ ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിച്ചതിനാലാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. Ease of doing business in Kerala has been ranked the number one, first time in the history. This is a continuous effort from 2016. We have made several amendments to the existing legislations and acts and rules. IT sector തന്നെ 75,000 ആയിരുന്നു 2016 IT professionals ഉണ്ടായിരുന്നു. ഇപ്പോൾ 2.5 lakhs IT professionals are working in the state of Kerala. ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ മേഖലകളെയും കോർത്തിണക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമുക്ക് റാങ്ക് കിട്ടുന്നത് എല്ലാ വകുപ്പുകളിലും വരുത്തിയ മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും കൊച്ചിയിലെ സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ചിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കൊച്ചി ഡയലോഗ് 2025 ആദ്യ പതിപ്പ് ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയും GCC രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് നയരൂപീകരണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്നവരും നയതന്ത്രജ്ഞരും വ്യവസായ പ്രമുഖരും 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഗൾഫ് കോർപ്പറേഷൻ കൌൺസിൽ സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവി ചടങ്ങിൽ പ്രത്യേക പ്രഭാഷണം നടത്തും. ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ജെൻഡർ ആൻഡ് ടെക്നോളജി ഇന്നു മുതൽ ഞായറാഴ്ച വരെ കൊല്ലം അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടക്കും. വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര ജലശക്തി സഹമന്ത്രി രാജ്ഭൂഷൺ ചൌധരി പങ്കെടുക്കും. ന്യൂനപക്ഷ ക്ഷേമത്തിനായുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായ പ്രധാനമന്ത്രി ജനവികാസ് കാര്യക്രം പ്രകാരം കോട്ടയം ഈരാറ്റുപേട്ടയിൽ ആരംഭിക്കുന്ന കാർഷിക ഹൂണാർ ഹബിന്റെയും വനിതാ നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെയും നിർമ്മാണോദ്ഘാടനം ഇന്ന് കടുവാമൂഴിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. കാർഷിക വ്യാപാര സംരംഭകത്വ മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ടുള്ളതാണ് അഗ്രികൾച്ചർ ഹൂണാർ ഹബ്. വനിതകളുടെ നൈപുണ്യവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതിനായുള്ളതാണ് നൈപുണ്യ വികസന കേന്ദ്രം. പൂർണ്ണമായും ജൈവികമായി നിർമ്മാർജ്ജനം ചെയ്യാവുന്ന ഹരിത കുപ്പികളിൽ ശുദ്ധജലം വിതരണം ചെയ്യാൻ തയ്യാറെടുത്ത് സർക്കാർ കുപ്പിവെള്ള കമ്പനി ഹില്ലി അക്വ. ചോളം, കരിമ്പ് എന്നിവയുടെ പശയിൽ നിന്നാണ് ഹരിത കുപ്പികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ഹില്ലി അക്വ പ്ലാന്റിൽ നിലവിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരമാണ് പുതിയ രീതി പരീക്ഷിക്കുന്നത്. ഇതിനായി ബയോഡീഗ്രേഡബിൾ ബോട്ടിൽ പദ്ധതി പരീക്ഷണ ഘട്ടത്തിലാണ്. വരും ദിവസങ്ങളിൽ നടക്കുന്ന വിവിധ പരിശോധനകൾക്ക് ശേഷമേ ഹരിത കുപ്പികൾ വിപണിയിലെത്തിക്കുന്നത് ഉറപ്പിക്കൂ. ഒരാഴ്ചയ്ക്കകം പദ്ധതി അന്തിമ രൂപത്തിലെത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് അധികൃതർ പറഞ്ഞു. ജലസേചന വകുപ്പിന് കീഴിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. പ്രായോഗികമായാൽ രാജ്യത്ത് ആദ്യമായി സർക്കാർ തലത്തിൽ ഹരിത കുപ്പികളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത് ഹില്ലി അക്വ ആയിരിക്കും. കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ആദ്യ നൃത്ത അധ്യാപകനായി
RLV രാമകൃഷ്ണൻ ചുമതലയേറ്റു. ഭരതനാട്യം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായാണ് അദ്ദേഹം ഇന്ന് ജോലിയിൽ പ്രവേശിച്ചത്. വലിയ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കണ്ണൂർ കണ്ണവം വനമേഖലയിൽ 2 ആഴ്ച മുൻപ് കാണാതായ ആദിവാസി യുവതിക്കായുള്ള തെരച്ചിൽ പുനരാരംഭിച്ചു. തെരച്ചിൽ സജീവമാക്കാൻ KP മോഹനൻ MLA യുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 19-ന്. ഈ വർഷത്തെ ആദ്യ മൻ കി ബാത്താണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov ഓപ്പൺ ഫോറത്തിലോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നാളെ വരെ പങ്കുവയ്ക്കാവുന്നതാണ്. നെയ്യാറ്റിങ്കര സ്വദേശി ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തെ തുടർന്ന് കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്തു. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കനത്ത പോലീസ് സുരക്ഷയിലാണ് കല്ലറ പൊളിച്ചത്. കല്ലറ തുറക്കുന്ന നടപടിയിൽ ഗോപൻ സ്വാമിയുടെ കുടുംബം പൂർണ്ണമായി സഹകരിച്ചു. ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം പൊളിച്ച് പരിശോധന നടത്തണമെന്നുള്ള RDOയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഇന്നലെ ഹൈക്കോടതി തള്ളിയിരുന്നു. ജലസേചന വകുപ്പും പാലക്കാട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മലമ്പുഴ ഉദ്യാനത്തിലെ പുഷ്പോത്സവത്തിന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. 40-ലധികം ഇനങ്ങളിലുള്ള 1.5 ലക്ഷത്തോളം പൂക്കളാണ് ഉദ്യാനത്തിൽ സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അഴകും വർണ്ണ വൈവിധ്യങ്ങളും കൊണ്ട് ശ്രദ്ധേയമായ ചെണ്ടുമല്ലി പൂക്കളാണ് പുഷ്പോത്സവത്തിന്റെ പ്രധാന ആകർഷണം. സഞ്ചാരികൾക്ക് പൂച്ചെടികൾ വാങ്ങാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ പാലക്കാടിന്റെ തനത് രുചികൾ പരിചയപ്പെടുത്തുന്ന ഭക്ഷ്യമേളയും ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം 22 വരെ നീളുന്ന പുഷ്പോത്സവത്തിൽ രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവേശനം. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC മുംബൈ സിറ്റി FCയെ നേരിടും. രാത്രി 7:30-ന് ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. വയനാട് പുൽപ്പള്ളി മേഖലയിൽ ഭീതി പരത്തുന്ന കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തൂപ്ര അങ്കണവാടി പരിസരം കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത്. കൂടുതൽ RRT അംഗങ്ങളും തെരച്ചിലിനെത്തിയിട്ടുണ്ട്. കടുവയെ കണ്ടാൽ ഉടൻ മയക്കുവെടി വയ്ക്കുമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സ് പ്രസിദ്ധീകരണ വിഭാഗം മുൻ മേധാവി AV ശ്രീകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായ EV ശ്രീകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. സ്വകാര്യ ബസ്സിടിച്ച് ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് നിർവാഹക സമിതി അംഗം MR രവി അന്തരിച്ചു. തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റായിരുന്നു. ഇന്ന് വെളുപ്പിന് പ്രഭാത നടത്തക്കിടെ ചേർത്തല അരുക്കുറ്റി റോഡിൽ കുഞ്ചരം കവലയ്ക്ക് സമീപം സ്വകാര്യ ബസ്സിടിച്ചാണ് അന്ത്യം സംഭവിച്ചത്. തൃശൂർ രാമവർമ്മപുരം ചിൽഡ്രൻസ് ഹോമിൽ 15 വയസ്സുകാരൻ 17 വയസ്സുകാരനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. ഇരിങ്ങാലക്കുട സ്വദേശി അഭിഷേകാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് രാവിലെ 6:30 സംഭവം. യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന യങ് ഇന്ത്യ K-ബോൾ പരിപാടിയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചതായി ദേശീയ സെക്രട്ടറി HM ജ്യോതിഷ് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യുവജനങ്ങളുടെ കാര്യശേഷിയും പ്രസംഗ പാഠവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കോളിളക്കം സൃഷ്ടിച്ച തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ഷാരോൺ വധക്കേസിൽ നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി നാളെ വിധി പ്രസ്താവിക്കും. 3 വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് വിധി വരുന്നത്. കാമുകനായ ഷാരോൺ രാജിനെ ഗ്രീഷ്മ കഷായത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. ഗ്രീഷ്മയുടെ മാതാവും അമ്മാവനും കേസിൽ പ്രതികളാണ്. കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ 58ാം സംസ്ഥാന സമ്മേളനം വന്ദനം 2025 ശനി ഞായർ ദിവസങ്ങളിലായി കോട്ടയത്ത് നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ രംഗത്ത് പുതുചരിത്രം സൃഷ്ടിച്ച് ഇന്ത്യ. ISROയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായ സ്പേഡെക്സ് ദൌത്യം വിജയകരമായി പൂർത്തിയാക്കി. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നാളെ തുടക്കമാകും. IT മേഖലയിലെ പങ്കാളിത്തത്തിൽ സംസ്ഥാനം വൻ മുന്നേറ്റം കൈവരിച്ചതായി മന്ത്രി P. രാജീവ്. വ്യവസായ സൌഹൃദ സംസ്ഥാനങ്ങളിൽ മുന്നിലെത്താനായത് സർവ്വമേഖലകളെയും ഏകോപിപ്പിച്ച് പ്രവർത്തിച്ചതിനാലെന്ന് മന്ത്രി. വിദേശകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന കൊച്ചി ഡയലോഗ് 2025 ആദ്യ പതിപ്പിന് ഇന്ന് തുടക്കം. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC മുംബൈ സിറ്റി FCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.